പുണ്ടക്കാനേക്ക് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് US വിസയാണ്. US ഉണ്ടെങ്കിൽ അവിടെ പോയി ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പുണ്ടക്കാന വിസ എടുക്കണം. US വിസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുഴപ്പം. നോർത്ത് അമേരിക്ക ആ സ്ഥലത്ത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുണ്ടക്കാന വിസ തന്നെ എടുത്ത്. അപ്പം ഈ വിസ ലോകത്ത് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് കടൽ മാത്രമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വിസ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടുന്നത്. അവിടെ മലയാളി ഉണ്ടെന്നുള്ള മലയാളികളില്ല. മലയാളികൾ അവിടെ നിന്ന് ക്യാമ്പ് ചെയ്തതിന് അവിടെ അവരൊരു മിക്സ് വർഗ്ഗമാണുള്ളത്. അപ്പം ഈ മലയാളിയുടെ അവിടെ പോയിട്ട് ഒരു റിസോർട്ട് എടുത്തിട്ട് അവരുടെ അസോസിയേഷൻ, ആ ഫോമ എന്ന് പറഞ്ഞ അസോസിയേഷൻ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആഘോഷത്തിൽ ഒരു ദിവസം നമ്മളാണ് ഗസ്റ്റ്. സ്വാസികയുണ്ട്. സ്വാസികയൊക്കെ നേരത്തെ പോയി. US വിസ വേറെ വഴിയാണ് പോയത്. നമ്മുടെ ട്രാവൽ ഏതോ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ ലക്ഷ്മി നക്ഷത്ര നക്ഷത്രമല്ല ലക്ഷ്മി ജയൻ എന്നാണ്. അവളിങ്ങനെ മുടിയൊക്കെ വളർത്തിയിട്ട് വേറൊരു സുഡാൻ ലുക്കാണ് ഭയങ്കര. അപ്പം ഞാൻ വേറൊരു ഷേപ്പും. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോണത്. അപ്പം ഇവിടെ നിന്ന് തന്നെ ലക്ഷ്മി ജയൻ എനിക്ക് തോന്നുന്ന പാട്ട് പാടുന്നത് എല്ലാ ലക്ഷണമൊത്ത ആൾക്കാരെ. ഞങ്ങൾ ഈ നെടുമ്പാശ്ശേരിയിൽ തന്നെ എൻ്റെ ഇത് നോക്കിയിട്ട് ഇത് ഏത് സ്ഥലം ഇവിടെ എന്ന് ചോദിച്ചു. ആദ്യം തന്നെ പുണ്ട ഞാൻ പറയാം പുണ്ടക്കാന ഒരുമിച്ച് പറയാം, അല്ലെങ്കിൽ തെറിയണത്. അപ്പോൾ ഓക്കെ ഇതിങ്ങനെ സ്ഥലം ഉണ്ടാന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് തന്നെ. അപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നിന്ന് ഡൽഹി പോകണം. ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡൽഹി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ എടപ്പള്ളിയിലായിരിക്കണം. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കളമശ്ശേരി വരെ ക്യൂവാണ്. അത്രയും ക്യൂ, ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ കൂടി കയറിയിട്ട് വേറെ ഏതൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. സ്ഥലങ്ങൾ ഞാൻ ഓർക്കണില്ല. അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം, എന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. അവിടെ ചെന്ന് ഫുൾ കയറി അവിടെ ചെന്നപ്പോൾ ഓലയാണ് മെയ്തേക്കണത് ഈ എയർപോർട്ട്. അവിടെ ചെന്ന് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു മാറ്റി. കാരണം ഈ വിസ എടുത്ത് വന്നത് ഡ്രഗ്സ് കച്ചവടത്തിന് തന്നെ ആയിരിക്കും. US വിസ എടുത്ത് വന്നവരും ടൂറിസ്റ്റാണ്. ഇത് ഇവിടെ തന്നെ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതിൽ മാറ്റി നിർത്തി. ഇവള് ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, രണ്ടെണ്ണം ഇങ്ങനത്തെ അതുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ തുറന്ന് പോസ്റ്ററൊക്കെ കാണിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഫോമ എന്നാണ് അസോസിയേഷൻ്റെ പേര്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും വന്നിട്ടുണ്ടോ നമ്മൾ വിളിക്കാൻ. അപ്പം തന്നെ ഉടനെ തന്നെ ഞാൻ പറയും ഫോമ കം കറക്റ്റ് ആളെ കിട്ടിയല്ലേ. എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു സിഗരറ്റ് തന്നേക്കണം. ഫോമ സ്പാനിഷിൽ ഫോമ എന്ന് പറഞ്ഞ ഫ്യൂമ ഈ സിഗരറ്റ് എന്നാണ്. ഞാൻ സിഗരറ്റ് തന്നെ എന്തിന് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ അല്ല തന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇവളെ അവിടെ പോയിട്ട് അവിടെ നിന്ന് സിഗരറ്റ് എടുക്കും. അവള് വേറെ ആരെടുത്ത് ചോദിച്ചു ഫോമാന്ന് ചോദിച്ചാൽ ഫോമാ. ഇത് ശരിക്കും ഡ്രഗ് പെഡ്ലേഴ്സാണ് ഈ വന്നേക്കണത്. നമ്മൾ ഡ്രഗ്സ് ചോദിച്ചെന്ന് വെച്ചിട്ടാണ് വിളിച്ചോണ്ട് സിഗരറ്റ് തന്നേക്കാണ്. അവള് സിഗരറ്റ്. ഞാൻ പറഞ്ഞത് എന്താണ് ഇത് ഫോമ. പിന്നെ നമ്മളവിടെ അന്വേഷിച്ച് അപ്പോൾ അവിടെ ബെഞ്ചിൽ ചെന്ന് ചോദിക്കണം. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്.